ഈ ഉരുളുമ്പം കുറച്ച് പൊടി പറക്കും. ഈ പൊടി ഈ കേൾക്കണം കണ്ണിൽ വീഴും. കാഴ്ച കാണത്തില്ല. കണ്ണിൽ പൊടി ഇട്ട് തന്നെ കാണാൻ പറ്റൂല. വാക്കുകൾ കൊണ്ട് കണ്ണിൽ പൊടി ഇടുക, ഇതാണ് ഇങ്ങനെ. പക്ഷെ ഒന്നുമില്ല. പിന്നെ നിലപാട് വേറെ, ഒപ്പീനിയൻ വേറെ. ഓക്കെ, ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ എന്ത് നിലപാടാണ് മാറ്റിയത് കാണിച്ചു തരാം. എനിക്ക് ഇതുപോലെ പുച്ഛമായ പരിപാടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബി ജെ പിയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കുന്നത്. 5 മിനിറ്റ് ഞാനത് തികച്ചു കണ്ടിട്ടില്ല. ചേച്ചി പറഞ്ഞ അഖിൽമാരാവ് ഒരു നിലപാടില്ലാത്തവനാണ്. അപ്പൊ അഖിൽമാരാവ് തിരിച്ചു ചോദിച്ചു, ഞാൻ നിലപാടില്ലാത്തവനാണ്. എനിക്ക് നിലപാട്, എനിക്ക് ഉള്ളതിൽ കൂടുതൽ നിലപാടാണെന്ന് പറഞ്ഞോട് നടക്കണ അഖിൽമാരാവ്. അപ്പൊ ഞാൻ നിലപാടില്ലാത്തവനാണോ എന്ന് അഖിൽമാരാവ് തിരിച്ചു ചോദിച്ചു. അപ്പം ചേച്ചി ഒരു ഇൻസിഡന്റ് വന്നു. ബിഗ് ബോസ് പോകില്ലെന്ന് ബിഗ് ബോസ് കയറിപ്പോയില്ല. അപ്പൊ അത് നിലപാടല്ല, അത് ഒപ്പീനിയനാണ്. എന്നിട്ട് നിലപാട് വേറെ ഒപ്പീനിയൻ വേറെ ആണെന്ന് പറയാനായിട്ട് അതിലോട്ട് ചില റുബിക്സ് ക്യൂബ് തിരിക്കണം, അതൊക്കെ തിരികെ ആർക്കൊപ്പം ഞാൻ നിൽക്കണം എന്നതാണ് എന്റെ മൈൻഡ് സെറ്റ്. അവിടെ ഞാൻ എടുക്കുന്ന സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ ഓർ വിത്ത് പാലസ്തീൻ. ഇതിൽ മാറിയതിന് നമുക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ ഇത്രയും നാൾ നിന്നില്ലെന്ന് പറയാം. അതേസമയം രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ വേറെ ഡ്രസ്സ് ഇടണോ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്റെ ഇഷ്ടങ്ങളെ ബേസ് ചെയ്താണ്. തീരുമാനം മാറ്റാന്നാണ് പറയുന്നത്. 100% മാറ്റാൻ. തീരുമാനമല്ലാതെ എന്താണ് പിന്നെ മാറ്റാൻ പറ്റുക? എന്റെ അധികാരത്തിൽ വരുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? തൃക്കാക്കരയിൽ 2020 ജയിക്കുമെന്ന് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിയിൽ പോയി മത്സരിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ 3-ൽ ഏതാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്? അവിടെയാണ് ഒരുവന് സ്വാതന്ത്ര്യത്തോടു കൂടി പ്രവർത്തിക്കാനും എന്നോടത്ത് വിളിച്ചു പറഞ്ഞ ആവശ്യങ്ങൾ പറയുന്ന ഒരുവന് ചെയ്തു കൊടുക്കാനുമുള്ള ഒരു അവസരം മാത്രമാണ് പൊളിറ്റിക്കൽ സ്പേസ്. ഒറ്റയ്ക്ക് നിന്നാൽ ഇപ്പൊ താൻ പോയിട്ട് റോട്ടിൽ ഒരു പെൺകുട്ടിക്ക് ഒരു നീതി നിഷേധിക്കപ്പെടുന്ന ഒരു പ്രശ്നം താൻ കാണുന്നു. താൻ ഒറ്റയ്ക്ക് പോയി ചോദിക്കും, നീ ആരുടെ എന്നൊരു ചോദ്യം വരും. 24-ന്റെ മൈക്കും പിടിച്ച് താൻ പോയി ചോദിക്കുമ്പോൾ ഈ ചോദ്യം വരത്തില്ല. അവിടെ തന്നെ നിലനിർത്തുന്നതും തന്റെ ചോദ്യത്തിന് പവർ കൂട്ടി തരുന്നതും ഇതാണ് മാധ്യമ പ്രവർത്തക എന്ന പവറും. ഇനി മാധ്യമ പ്രവർത്തക തന്നെ ആയിരിക്കും. അത് ഡിഫറന്റ് ചാനൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഫറന്റ് ലെവൽ ഓഫ് അംഗീകാരം കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. തിരികെയതിനു ശേഷം അവിടെ നിന്ന് നേരെ ഇസ്രായേൽ പാലസ്തീൻ സാധനം എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിനെ കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സ്പേസിലോട്ട്. അതായത് ഒരു ചോദ്യത്തിന് അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കാതെ അതിന്റെ പേര് പറഞ്ഞു തുടങ്ങി അതിനെ വേറൊന്നിലോട്ട് എടുത്തിട്ട് വേറൊന്നിലോട്ട് ചാടി കൺവേർട്ട് ചെയ്ത് അതൊരു ഉത്തരം പോലെ ആക്കി. ആൾക്കാരെ കണ്ണിൽ പൊടി വീണടുത്ത് കിടന്ന് ഉരുണ്ടു. ഈ ഉരുണ്ടടുത്തുനിന്ന് പൊടി പറന്നു, ആൾക്കാരെ കണ്ണിൽ പൊടി വീണു, കാഴ്ചപോയി. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അഖിൽമാരാവ്, ഇതാണ് സംഭവം. ഇപ്പോഴും ഒപ്പീനിയൻ എന്താണ്, നിലപാട് എന്താണെന്നുള്ള സാധനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. നിലപാടില്ലാത്ത ആളാണോ അഖിൽമാരാവ് എന്ന് ചോദിച്ചതിന്റെ ഉത്തരം കിട്ടി. മിസ്റ്റർ അഖിൽമാരാവ്, നിലപാടും ഒപ്പീനിയനും രണ്ടായിരിക്കാം. പക്ഷെ ഇതിനൊരു കണക്ഷൻ ഉണ്ട്. അതായത് നമ്മളെ ഒരു നിലപാടെടുക്കാൻ അതിന് പ്രേരിപ്പിക്കുന്ന സാധനമാണ് നമ്മുടെ ഒപ്പീനിയൻ. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ, ആ ആശയങ്ങൾ വഴി മുഖാന്തരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം, ഇതാണ് നിലപാട്. അല്ലാതെ ഞാൻ ഇന്ന് രാവിലെ ഉടുപ്പിട്ടോണ്ടിറങ്ങി നാളെ ഞാൻ ചട്ടിയിട്ടുണ്ടാകുമെന്ന് പറയുന്നതല്ല അതിന്റെ ഉത്തരം. മനസ്സിലാക്കിയാൽ നല്ലത്.